കേക്ക് വളരെ കേക്ക് ഒരാ വീട്ടുകാരെ ചെയ്യട്ടെ പ്ലീസ്. ഒന്ന് ഒന്ന് മാറി വീട്ടുകാരെ അത് ചെയ്യട്ടെ ഒന്ന് ഫ്രീ ആയിട്ട് പ്ലീസ്. വീട്ടുകാരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. മാറി മലയാള സിനിമയിലെ പ്രിയപ്പെട്ട കലാകാരൻ സലീം കുമാറിന്റെ മരണാന്തര ചടങ്ങിനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മകനും പറയുന്ന വാക്കുകളാണ് നമ്മളിപ്പോ കേട്ടത്. ആ മരണാന്തര ചടങ്ങ് നടക്കുന്ന സമയത്ത് ക്യാമറകളുടെ ബാഹുല്യം, ഒന്നാമത് ഓൺലൈൻ മാധ്യമങ്ങളാണ് അതിൽ കൂടുതലും ഇത് തടസ്സം സൃഷ്ടിക്കുന്നത്. ആ ചടങ്ങിന് തടസ്സം സൃഷ്ടിക്കുന്ന സമയത്താണ് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാർ തന്നെ നേരിട്ടിട്ട് അവിടെ ഉപദേശം കൊടുക്കുന്നത്. അതിനു പുറമെ അദ്ദേഹത്തിന്റെ മകൻ ചന്തു വളരെ ക്ഷോഭിക്കുന്നുണ്ട്. ഒരു അച്ഛന്റെ കാർമ്മികത്വം, അവസാന കാർമ്മികത്വം പോലും നിർവഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു തടസ്സം സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മകനെ സംബന്ധിച്ചിടത്തോളം അതൊരു പൊട്ടിത്തെറികൾ ഉണ്ടാവും. പലവരും പല രീതിയിലും സോഷ്യൽ മീഡിയയിൽ ആ മകൻ ഈ രീതിയിൽ പ്രതികരിച്ചപ്പോൾ കമന്റുകൾ രേഖപ്പെടുത്തിയതായി കണ്ടു. സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴാണ് അതിന്റെ ഇത് നമുക്ക് മനസ്സിലാക്കിയെടുക്കുക. ഈ കമന്റ് ചെയ്യുന്നവർക്കൊക്കെ ആ മകനെ കുറ്റപ്പെടുത്തിയിട്ടും ഒറ്റപ്പെടുത്തിയിട്ടും ആണൊക്കെ പ്രതികരിക്കുക. പക്ഷെ ആ മകന്റെ ഒരു വികാരമുണ്ട്, ഒരു അച്ഛനോട് കാണിക്കേണ്ട ഒരു കടമ, ഒരു ഇത്, ആ ഇതാണ് ആ മകൻ അവിടെ പൊട്ടിത്തെറിച്ചത്. ഒരുപക്ഷെ ഇന്നലെ രാത്രിയായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത്. ആ മരണപ്പെട്ടതിനു ശേഷം ഒരു പോളെ കണ്ണടച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിലാണ് ആ മകൻ അങ്ങനെ ഒരു രീതിയിൽ പൊട്ടിത്തെറിക്കുന്നത്. മാത്രമല്ല, ഒരു മുഖ്യമന്ത്രി തന്നെ അവിടെ ഒരു നിർദ്ദേശം കൊടുക്കണമെങ്കിൽ അവിടെ ആ ചടങ്ങിന് എത്രമാത്രം തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടാകും, ഈ ഓൺലൈൻ മാധ്യമങ്ങളും മറ്റുമൊക്കെ തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടാകും എന്നത് അതിൽ കൂടി തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇതൊക്കെ ഒരു നിയന്ത്രണം അത്യാവശ്യമാണ്. മുമ്പ് സിദ്ദീഖിന്റെ മകൻ മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ഓൺലൈൻ മാധ്യമങ്ങൾ കാണിച്ച കോപ്രായങ്ങളെ കുറിച്ചിട്ട് ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിൽ പറഞ്ഞത് ഈ ഓൺലൈൻ മാധ്യമങ്ങളെ നിയന്ത്രിക്കണം. ഇത്തരം സാഹചര്യങ്ങൾ, ഇത്തരം സന്ദർഭങ്ങളിൽ, അതായത് ഇതുപോലുള്ള കാർമ്മികത്വം, മരണാന്തര കാർമ്മികത്വം തൊട്ടും നിർവഹിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ മാധ്യമങ്ങളുടെ ഒരു രീതി തീർച്ചയായിട്ടും അതിവിടെ ഒരു നിയന്ത്രണം അത്യാവശ്യമാണ്. പിന്നെ ഇപ്പൊ പ്രമുഖ ചാനലുകളൊക്കെ അതിപ്പോ കൊടുക്കേണ്ട ഒരു രീതിയാണ്. പക്ഷെ ഇതെല്ലാവരും മൊബൈൽ ക്യാമറ എടുത്തിട്ട് ഇത് അത് ഷൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കിയിട്ട് ഇത്തരമുള്ള സാഹചര്യങ്ങളിൽ നിന്ന് പിന്തിരിയുകയാണ് ചെയ്യേണ്ടത്. ആ കുടുംബത്തെ അതോടൊപ്പം സഹകരണം സ്വയം കൊടുക്കുകയാണ് ചെയ്തത്. ഏതായാലും ആ മകൻ പൊട്ടിത്തെറിച്ചതിൽ, ആ മകൻ ഈ രീതിയിൽ ക്ഷോഭിച്ചതിൽ ഒരിക്കലും തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല. ആ മകന്റെ ഒരു വികാരമാണ്. അതിനു പുറമെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അവിടെ ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അവരെ അങ്ങ് മാറ്റിക്കൊടുക്ക്, അവർ അവരുടെ കാർമ്മികത്വം നിർവഹിക്കട്ടെ, അവരുടെ ഇത് ചടങ്ങുകൾ നിർവഹിക്കട്ടെ എന്ന് ഒരു മുഖ്യമന്ത്രി തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഇതൊന്നും ഒരു നിലക്കും അനുവദിക്കപ്പെടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇനി ഇതിനൊരു നിയന്ത്രണം അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്.